ഏട്ടത്തി ഏട്ടത്തി എന്നെ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് എന്താ ഏട്ടത്തി, എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല ഹോബി, ഞാനിങ്ങനെ വെറുതെ ഇരുന്നതാ. രാവിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ബേസ്മെൻറ്റിലെല്ലാം കൂടെ കയറി ഇരിപ്പുണ്ട്. ഇന്ന് 6-ാം തീയതിയാണെന്ന് ആർക്കറിയാം. എവിടെ കൊണ്ട് ഇവന്മാർ ഈ പാപമൊക്കെ തീർക്കും. എൻ്റെ പൊന്നേട്ടത്തി, അതിന് അവന്മാർ ചെയ്യുന്ന തെറ്റില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു പാവങ്ങളെ അവന്മാർ ദ്രോഹിക്കത്തില്ല. ഇങ്ങോട്ട് വന്ന് നമ്മളെ ദ്രോഹിക്കുന്നവരെ മാത്രമല്ലേ ഉള്ളൂ. ഏട്ടത്തി ഇങ്ങനെ ആവശ്യമില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ. പിന്നെ വിദ്യ എന്ന് വരുമ്പം അശ്വതീനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഹോ, ആ കുട്ടിയുടെ ഒരു വിധി. അതേ ഹോബി, അത് എൻ്റെ ഉള്ളിലെ ഒരു അടങ്ങാത്ത ദുഃഖമാണ്. എനിക്ക് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ എൻ്റെ മോളെപ്പോലെ നോക്കുന്നത്. പിന്നെ അച്ഛനും ആണെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ടല്ലോ. നമ്മളുടെ വീട്ടിലെ കുഞ്ഞായിട്ട് ഞാൻ അവളെ കരുതുന്നത്. എൻ്റെ വരുണിനെയും വിദ്യേനെയും പോലെ തന്നെയാണ് എനിക്ക് അച്ചു. എൻ്റെ പൊന്നച്ചു, ഇത് എത്ര നേരമായി? ഇന്ന് നമുക്ക് ബസ് മിസ്സാവും കേട്ടോ. പിന്നെ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ വയ്യാണ്ട് സഹിച്ച് ഇപ്പം ആണെങ്കിൽ ദേവിയിൽ കൂടെ ഓടുന്നുണ്ട്. എൻ്റെ പൊന്ന് വിദ്യ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇവളുടെ ഒരു കാര്യം, വിദ്യ എന്ന പേരും അടുത്ത ദിവസം റിസൾട്ട് വരിക. നമ്മൾ മുട്ട അടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? എന്തോ അടുത്ത ദിവസം റിസൾട്ട് വരുമ്പോൾ നിനക്ക് മുട്ടയോ? എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാലും നിനക്ക് അതല്ല റാങ്ക് കാണുമടി. മതി മതി, ഞാനേ നിന്നോട് ഇരുന്ന് പഠിക്കാൻ പറയുമ്പോൾ നീയാണെങ്കിൽ ഇവിടെ കൂടെ ചുറ്റി നടക്കുമല്ലേ. എന്നിട്ട് തലേദിവസം വരെ എന്തെങ്കിലും ഒരു 4 അക്ഷരം പഠിപ്പിച്ച് ദയിപ്പിച്ച് തരാമോ എന്ന്. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇത്ര നല്ല മാർക്ക് കിട്ടണ്ട. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞ് നിൽക്കേണ്ട, ബാ നമുക്ക് പോയേക്കാം. ഇനി ബസ് മിസ്സായിട്ട് ലേറ്റായിട്ട് ഇനി വീട്ടിൽ ചെന്നാൽ അതിനും കേൾക്കാം. ഇനി റിസൾട്ട് വരും, ജോലിയാകും. എൻ്റെ ഗീതമ്മയോട് പറയണം അച്ഛന് ചേർന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന്. അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ടേക്കാം. ദേ വിദ്യ, നീ അനാവശ്യമൊന്നും പറയാനുണ്ട്. ഞാനാണെങ്കിൽ നീ എങ്ങോട്ടും ഇല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് വരുന്നില്ല കേട്ടോ. നീ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരാമെന്ന് സമ്മതിച്ചത്. അയ്യോ പിണങ്ങാതെ കുട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ദേ അരുണേട്ടനാണെങ്കിൽ വണ്ടി അയച്ചിട്ടുണ്ട്, നമ്മളിന്ന് ബസ്സിനല്ല പോകുന്നത്. നീ വാ, ഡ്രൈവർ അവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. ഞാൻ നിനക്കോട് പറയാൻ ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്തായാലും നീ വാ. മുത്തശ്ശ, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. സമയം നിനക്ക് മാത്രമല്ല എല്ലാവർക്കും വിലപ്പെട്ടതാണ് വരുൺ. നെക്സ്റ്റ് ടൈം ഇത് നീ ആവർത്തിക്കരുത്. അരുണേ, നീ ആണെങ്കിൽ റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങിക്കോ. ശരി മുത്തശ്ശ. എൻ്റെ അച്ചു, ഇതിപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുന്നത്. നിൻ്റെ ഒരു കാര്യം, അവർ കിച്ചണിൽ കാണും. ബാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്താടി കുറുമ്പി ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നിൻ്റെ വെച്ച് ഇവിടെ വരെ കേൾക്കാലോ. ഞാനല്ലേ ഇതേ നിൽക്കുന്നത്. എൻ്റെ ഹോബിയമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഹോബിയമ്മയെ ഒത്തിരി മിസ് ചെയ്തു. എന്തി എൻ്റെ അമ്മ എന്തി? നിൻ്റെ അമ്മയാണെങ്കിൽ ഇത്ര നേരം നിന്നെ കാത്തോടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം അങ്ങോട്ട് കയറിപ്പോയതേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾ റൂമിലേക്ക് ചെല്ല്. ബാ മോളെ അച്ചു, എന്തെങ്കിലും കഴിക്കാൻ തരാം. ഋഷികേഷ് നാരായണ, തനിക്ക് എന്താ ഇതിനോട് ഇത്ര എതിർപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടുതൽ ഒരു ചില്ലി കാശ് തരാൻ പറ്റത്തില്ല. 70-30 ഇത് എവിടുത്തെ ന്യായവാ? ഉണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട്, ഇല്ലെങ്കിൽ ആർക്കും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ സുരേന്ദ്രൻ വർമ്മ സാറേ. ഇത്രയും നാളും കളത്തിലിറങ്ങുന്ന കളിക്കുന്ന ഞങ്ങളും നിങ്ങൾ സൈഡിൽ നിന്ന് ചരട് വലിക്കുമല്ലേ, അല്ലാണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് 70-30 എന്ന്. ഇനി പൈസയായിട്ട് തരാൻ നിനക്ക് മടിയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് തന്നാലും മതി. വേറെ എന്തെങ്കിലും എന്ന് പറയുമ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അരുൺ, നീ അടുത്ത ബഡ്ജറ്റ് വാങ്ങിക്കേ. അവൻ്റെ വേറെ ഉദ്ദേശമൊക്കെ ലാസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പം നമുക്ക് തീരുമാനം എടുക്കാം. ഇത് പകുതിയായപ്പോഴേ കയറി അഭിപ്രായം പറയണ്ട. ആഹാ, എൻ്റെ അച്ഛമോള് വന്നോ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഹോബിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ കുറച്ചധികം ക്ഷീണിച്ചു പോയി. മോൾക്ക് തന്നെ ഇങ്ങോട്ട് വരാനൊരു മടി പോലെ. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും നിന്നെ കൊണ്ട് വന്നാൽ മതിയെന്ന്. അത് പിന്നെ ഗീതമ്മേ, എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്തിട്ടാ. അതുകൊണ്ടാ.
ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൊന്നച്ചു. നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഞാൻ നിൻ്റെ അമ്മയല്ലേ. ഓക്കെ ഓക്കെ, എൻ്റെ ഗീതമ്മനെ വിട്ട് ഞാനിനി എങ്ങോട്ടും പോകത്തില്ല. ഒന്നാമത് ഇനി പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കാം. ഗീതക്കുഞ്ഞ്, ഞാൻ സാറുമാർക്കാണെങ്കിൽ ജ്യൂസ് കൊടുക്കാൻ വന്നതാ. എൻ്റെ ഭാര്യയ്ക്ക് മേലെ അന്നേരം ഈ സമയത്ത് അവൾ ഗീതക്കുഞ്ഞിൻ്റെ ഫോണിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ചു തരാമോ? ആ ശേഖരമാമേ, എന്നാ ഉണ്ട് വിശേഷം? അന്നെങ്കിൽ ശേഖരമാമ എന്തെങ്കിൽ വിളിച്ചോ? ഞാനാണ് ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കാം. നീ എന്നാടാ എന്നെ പറ്റി വിചാരിച്ച ഞാനിവിടെ മാമപ്പണിക്ക് വന്ന് നിൽക്കുന്നതാണെന്നാ? അരുൺ, നീ കുറച്ചും കൂടെ മര്യാദയ്ക്ക് നീ സംസാരിക്കേ. ഇവിടെ ഞങ്ങളെല്ലാവരും നിൽക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾ പറഞ്ഞോളാം അവനോട്. ഞാൻ കാര്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ ഒരു പെണ്ണിനെ ഒപ്പിച്ച് എനിക്ക് താ. മുത്തശ്ശ ജ്യൂസ് കൊണ്ടുതരാൻ പറഞ്ഞു. അശ്വതി, നിന്നോട് ആരടി ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ഇറങ്ങിപ്പോടി. വരുണേ, മോളെ അച്ചു, മോളെ ജ്യൂസ് ആ ടേബിളിൽ വെച്ചിട്ട് കൊച്ചു പോയിക്കോ. ഇത്രയും സുന്ദരികളായ മക്കളുണ്ടായിട്ടാണ് വർമ്മ സാറാണെങ്കിൽ ഈ പണിക്ക് ഇറങ്ങുന്നത്. ദേ ഇപ്പോൾ പോയതിന് എനിക്കങ്ങ് പിടിച്ച്. അവളെ എനിക്ക് തന്നാൽ പിന്നെ 70 30 വേണ്ട, എനിക്ക് 30, ബാക്കി 70 നിങ്ങളും എടുത്തു. എന്താ ഡീലൊക്കെയാണോ? നീ ഇനി മിണ്ടിപ്പോവല്ലോ. വെറുതെ മിണ്ടാതിരിക്കുന്ന വെച്ച് നിങ്ങൾ തലയിൽ കയറുന്നല്ലോ. ഇപ്പം നിന്റെ അനുയായിയായ ഒരെണ്ണേ പോയിട്ടുള്ളൂ. ഇനി അടുത്തത് നിന്റെ തലയിലേക്കായിരിക്കും കയറുന്നത്. മര്യാദയ്ക്ക് തരുന്നത് അങ്ങ് വാങ്ങിച്ചിട്ട് ഇറങ്ങി പൊക്കോണം. വരുണേ, നീ ഇതെന്താ കാണിച്ചത്? നമ്മുടെ മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും പ്രോഫിറ്റ് തുല്യമായിട്ട്, കൂടുതലും ഇല്ല കുറവും ഇല്ല. ഇനി ഇതിനെപ്പറ്റി വേറെ ഒരു മീറ്റിങ്ങും ഇല്ല, വാക്കുതർക്കവും ഇല്ല. എല്ലാവർക്കും പോകാം. അച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയാവോ? ബാ, നമുക്ക് അമ്പലക്കുളത്തിൻ്റെ അവിടെ പോകാം. ഒത്തിരി നാളായില്ലേ പോയിട്ട്. എടി വിദ്യ, എനിക്കിപ്പോൾ സുഖമില്ലാത്ത പോലെ. ക്ഷീണോ, ഞാൻ വരണോ? ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ മടി പിടിച്ച് എവിടെ ഇരിക്കേണ്ട. നീ വാ വാ വാ. എന്നിട്ട് ഇവള് സമ്മതിക്കത്തില്ല. ഞാൻ വരുന്നു. മീറ്റിംഗ് കഴിഞ്ഞു കൃഷ്ണേട്ടാ. ഞാനാണെങ്കിൽ കൃഷ്ണേട്ടനെ നോക്കിയിരിക്കുമായിരുന്നു. ഒരു കാര്യം സംസാരിക്കാൻ. എന്താടോ പറ, ഞാനിപ്പോൾ ഫ്രീ ആയി. അത് പിന്നെ നമ്മളുടെ അച്ഛമ്മോളുടെ വിവാഹത്തിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ വെച്ച് എൻ്റെ കൂടെ നേരത്തെ പഠിച്ചിരുന്ന അമ്പിളീന്ന് കണ്ടായിരുന്നു. അവളുടെ മകന് അച്ഛന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഓ, അമ്പിളിയുടെ മോനാണോ? ആ കൊച്ചനാണെങ്കിൽ എന്തോ ബിസിനസ്സാണ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേട്ടത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും വൈകിട്ട് അച്ഛനോട് സംസാരിക്കാം. പിന്നെ അച്ഛനും ഓക്കെ ആണെങ്കിൽ നമുക്കിതും കൊണ്ട് മുന്നോട്ട് പോകാം. എന്തായാലും എൻ്റെ അച്ഛൻ നോ പറയില്ല. ഞാൻ പറയാം അവളോട്. എന്താ ഋഷി, പോയ കാര്യം എന്നായി? പോയ കാര്യം അവരമ്പിനും വില്ലിനെ അടുക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട്. പിന്നെ ഡിയോണെ, നീ വണ്ടി നിർത്തിക്കേ. ദേ ആ പെണ്ണിനെയാണ് ഞാൻ കണ്ടത്. എന്താടി നിന്റെ പേര്? ഈ ഏർപ്പാടൊന്ന് കൊള്ളാലോ. വണ്ടി എടുത്ത് മാറ്റടാ ഫ്രണ്ടിൽ നിന്ന്. പേര് ചോദിക്കാൻ വന്നേക്കുന്നത്, അത് നീ അറിയേണ്ട ആവശ്യമില്ല. വിദ്യ, നീ എന്തിനാ ആൾക്കാരോട് വഴക്കുണ്ടാക്കുന്ന? അപ്പോൾ നമുക്ക് പോകാം. എന്നെങ്കിൽ നീ പേര് പറഞ്ഞിട്ടേ പോകുന്നത്. ഇപ്പൊ തൃപ്തിയായാലും അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചപ്പം. ശരി ചേട്ടന്മാരെ. എവിടെ പോകുന്നടി? വന്നപ്പം മുതൽ ഭയങ്കര ജാടയാണല്ലോ. ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴും നിന്നെ കണ്ടില്ല. ഇതേ അരുണേട്ടാ, വിട്ടേ. ആരെങ്കിലും കണ്ട ഇനി അതും മതി. കുറേ നാൾ കൂടി കണ്ടതല്ലേ, അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. 1 മാസം കഴിയുമ്പോൾ കല്യാണം അല്ലേടാ? അത് കഴിഞ്ഞിട്ട് പോരെ നീ വിടേണ്ട ഉദ്ദേശം ഇല്ലെന്നൊക്കെ പറയുന്നത്? ഇപ്പോഴേ വേണോ? മതി മുത്തശ്ശ, ഞാനാണെങ്കിൽ അവളോട് സുഖമാണോന്ന് ചോദിച്ചതാ. നീ കൂടുതൽ സുഖിപ്പിക്കേണ്ട. രണ്ടാളും പോയി കിടന്ന് ഉറങ്ങ്. നാണം കേട്ട്. മുത്തശ്ശൻ കണ്ടല്ലോ. ഇങ്ങനെയാണോടാ പന്നി ഒരു റൂമിലേക്ക് കയറി വരുന്നത്?
ഓ പിന്നെ ഒന്ന് പോയേടാ. ഓ അച്ചുവും കൂടെ സമ്മതിച്ചില്ല കല്യാണത്തിന്. എൻ്റെ കല്യാണം ഇനി വേഗം നടക്കും. അച്ചുവോ? ആ, നീ ഇവിടെ ഇരിക്കെ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഗീതമ്മ കിടക്കാൻ പോകുന്ന പറഞ്ഞിട്ട് തിരിച്ചു വന്നോ? ഏ എന്താ? ഗീതമ്മയല്ല, ഞാനാ. നീ കല്യാണത്തിന് സമ്മതിച്ചെന്ന് കേട്ട്. എവിടെ പോവാ ഒരു കാര്യം ചോദിക്കുമ്പോൾ? നീ സമ്മതിച്ചോ? എന്താ ഈ കാണിക്കുന്ന വരുണ്ണേട്ടാ? വിട്ടേ വിട്ടേ എന്നെ. അച്ചു, ഇന്ന് എനിക്ക് മറുപടി കിട്ടണം. ഞാൻ കുറേ വർഷങ്ങളാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നു. നീ വേറെ കല്യാണത്തിന് സമ്മതിച്ചോ? വരുണേട്ടനോട് ഈ കാര്യത്തിൽ ഞാൻ വ്യക്തമായ മറുപടി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വരുണേട്ടന് അറിയാം എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന്. ഗീതമ്മ എന്നെ ഇത്ര നാളും വളർത്തിയത്. എന്നിട്ട് ഗീതമ്മ പറഞ്ഞ ഈ കാര്യം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഗീതമ്മയുടെ മോനാ വരുണേട്ടൻ. അപ്പം അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അപ്പം അതാണ് കാര്യം, അല്ലാണ്ട് നിനക്കെന്നെ ഇഷ്ടമില്ലഞ്ഞിട്ടല്ലല്ലോ. ശരി, ഈ കാര്യത്തിൽ ഞാൻ ഇന്നൊരു തന്നെ തീരുമാനമാക്കാം. ബാ എൻ്റെ കൂടെ. വരുണേട്ട വിട്ടേ. ഇതെങ്ങോട്ടേ വലിച്ചുകൊണ്ട് വന്ന് വീട്ടാനല്ലേ പറഞ്ഞത്? എനിക്ക് വേദനിക്കുന്ന കൈ വീട്ട്. മുത്തശ്ശ, മുത്തശ്ശ, അമ്മേ, അച്ഛാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ വരുൺ? എന്താ മോനെ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നീ അച്ഛനെ വിളിച്ചോണ്ട് ഇതെങ്ങോട്ടാ? എന്താടാ മോനെ, നീ എന്ത് പറ്റി? എനിക്ക് അശ്വതിയെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഇനി അവൾക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. മോനെ, അച്ചു ആരെ കെട്ടണമെന്ന് അച്ചു തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ചു വേറൊരു വീട്ടിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. വരുൺ ഇങ്ങനൊരു താല്പര്യം പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ തന്നെ നടക്കട്ടെ. അരുണിൻ്റെയും വിദ്യയുടെയും കല്യാണത്തിൻ്റെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരുടെയും കല്യാണം കൂടെ നമുക്ക് നടത്താം. എങ്കിൽ എല്ലാവരും പോയി ഇപ്പം കിടന്നു. മിസ് അശ്വതി, നീ ഇനി എൻ്റെ ഭാര്യയാവാൻ ഒരുങ്ങിക്കൊള്ളു. ശരി, നീ ഞാൻ പോയി കിടക്കുക. ഗീതമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഗീതമ്മേ. എന്നെ വിശ്വസിക്കണം. എന്തിനാടാ അച്ചു നീ കരയുന്നത്? ഇതെനിക്കും കൂടെ സന്തോഷമുള്ള കാര്യമല്ലേ നീ ഇവിടെ ഉള്ളത്. എന്താടാ നീ ഇവിടെ പരിഗണിക്കുന്നത്? അതോ ഇനി നീയാണോ അവൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്? അയ്യോ എൻ്റെ വല്യമ്മേ, ഞാൻ ഇത് അറിഞ്ഞ കാര്യം പോലുമല്ല. എങ്കിൽ ശരി കേട്ടോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ് അച്ചു. ഏട്ടനിങ്ങ് വരട്ടെ, ഞാൻ നല്ലത് പറയുന്നുണ്ട്. ഇന്ന് ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിരിക്കുക എന്നുള്ള ബോധം വല്ലതും ഉണ്ടോ? ഈ രാത്രി തന്നെ ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് മീറ്റിങ്ങിന് വന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? നീ ഇങ്ങനെ ചൂടാകാതെ. ദേ അരുണാണെങ്കിൽ റൂമിലേക്ക് പോയിട്ടുണ്ട്. വരുണ ഇത്ര നേരമായിട്ട് കണ്ടില്ല. അവനും വരുമായിരിക്കും. അച്ചു റൂമിൽ ഞാൻ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഒന്നും പറ്റാതെ അവർ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം തുടങ്ങിയാൽ മതിയായിരുന്നു. ഏട്ടത്തി ആ കാര്യത്തിൽ പേടിക്കേണ്ട. വരുണാണെങ്കിൽ ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഒരു മീറ്റിംഗ് കഴിഞ്ഞൊന്ന് വന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫയൽ മൊത്തം ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ആക്കിയതാണല്ലോ. പിന്നെ ഇങ്ങനെയൊരു മീറ്റിങ്ങിൻ്റെ ആവശ്യം എന്താ? ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ സംശയം. അത് ചോദിക്കാമെന്ന് വെച്ചു. അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതാ തന്നോട് ചോദിച്ചത്. ഇനി ഇപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് ഈ രാത്രി തന്നെ നീ പണിയാൻ പോവല്ലോ. നാളെ രാവിലെ വന്നാലും പോരേന്ന്. അതിനെ വരും. കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്ന. അതോ നിനക്ക് നിൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാൻ അത്ര കൊതിയായിട്ട് മുട്ടി നിൽക്കുവാണോ? വരുൺ, നീ എഴുന്നേറ്റ് റൂമിൽ പോക്കോ. അവിടെ അച്ചു കാത്തിരിക്കുമായിരിക്കും. ഈ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിക്കോളാം. എടാ കൊച്ചനെ, ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഞരമ്പ് രോഗം എന്ന് പറയും. സാരിയില്ല, പ്രായത്തിൽ കല്യാണം കഴിക്കാത്തതിൻ്റെ. നീ ഒരാളെ തപ്പി തുടങ്ങിക്കോ, എന്നാലേ ഈ രോഗം തീരത്തുള്ളൂ. അച്ചു, നീ എന്താ ഈ ഡ്രസ്സ് മാറ്റുന്നില്ലേ? അല്ല, ഇത് ഗീതമ്മ തന്നതാ. ഇതിട്ടാൽ മതിയെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു കാര്യം അച്ചു, ഇത്ര ഓർണമെൻറ്റ്സ് ഒന്നും വേണ്ട. ഞാൻ നിനക്ക് എന്നാ ഈ കവർ പിടിക്കേ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. നീ ഇതിട്ടാൽ മതി കേട്ടോ. വരുണേട്ട, ഞാനെവിടെ കിടക്കുന്ന? മിസ്സസ് അശ്വതി വരുൺ വർമ്മയ്ക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ലേ? സാധാരണ ഭാര്യമാർ ഭർത്താവിൻ്റെ കൂടെയല്ലേ കിടക്കുന്നത്. ഈ കട്ടിലേ കിടക്കും. അത് പിന്നെ ബഹളം ഉണ്ടാക്കല്ലേ. എനിക്കെൻ്റെ അച്ഛനെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? കുഞ്ഞിലെ മുതൽ എനിക്കിഷ്ടം. നീ ഓടിക്കളിക്കുന്നതും ചിരിക്കുന്നതും പിന്നെ നന്നായിട്ട് പഠിക്കുന്നതും നിൻ്റെ എല്ലാം എനിക്കിഷ്ടം. ഐ ലവ് യു. ഏട്ടാ, പേടി എനിക്ക്.
അച്ചു, നീ ഇവിടെ നിൽക്കണോ? ദേ കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. നിളബേബി എഴുന്നേറ്റോ? ഞാനാണെങ്കിൽ ഇപ്പോൾ ഉറക്കൊക്കെ എടുത്തിട്ട് പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് എഴുന്നേറ്റേ. അമ്മേ, ഇതൊന്ന് നോക്കിക്കേ, ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അച്ചു, അതവിടെ ഇട്ടേരേ, ഞാൻ പോയി നോക്കിക്കോളാം. നീ കുഞ്ഞിനെ പോയി എടുക്ക. എൻ്റെ നിളവാവ് ഇത് എങ്ങോട്ടാ വരുന്നത്? അമ്മേനെ നോക്കണോ? ദാ അമ്മ വന്നല്ലോ, അമ്മ വന്നല്ലോ. പറഞ്ഞേട്ടാ, കുഞ്ഞിനെ ഇങ്ങോട്ട് താ, ചിലപ്പോൾ അവൾക്ക് വിശന്നിട്ടായിരിക്കും. അച്ചു, നീ ഇങ്ങനെ കിടത്തിയിട്ടാണോ താഴോട്ട് പോകുന്നത്? കുഞ്ഞ് താഴെ എങ്ങാനും വീണാലോ ബെഡേന്ന്? പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിള ഉറങ്ങുമ്പോൾ അവളുടെ കൂടെ ഉറങ്ങണമെന്ന്? ഒന്നാതെ നീ രാത്രിയിൽ നിള കാരണം ഉറങ്ങുന്നില്ല. പിന്നെ നിനക്ക് പകൽ സമയത്ത് കിട്ടുന്ന സമയത്ത് നീ ഉറങ്ങാതെ നീ ഇത് എന്തെടുക്കുക? എന്തിനാടി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറമ്പിച്ചിരിക്കുന്നത്? ഈ ചിരി എങ്ങനെ മാറ്റിത്തരണമെന്ന് എനിക്കറിയാം. നീ അടുത്ത് വാ. വേൾഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ് രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അരുണെ വിളിച്ചിട്ട് ഫോൺ പോലും അവൻ എടുക്കുന്നില്ല. പിന്നെ അതാ ഈ ഡിസൈൻസ് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയത്. എങ്ങനെയുണ്ട് ഇത്? ഞാൻ ഈ ഡിസൈൻസ് നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു വരുൺ. ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി അരുൺ വരുമ്പോൾ ഈ എംപ്ലോയിനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയേക്കാം. എനിക്ക് അത്ര താല്പര്യമുണ്ട്. നല്ല സൂപ്പർ ഡിസൈൻസ്. കിഷോർ, അത് നമ്മുടെ കമ്പനിയിലെ എംപ്ലോയി അല്ല, അത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ആളാണ്. ഫീസ് ഒന്നുമില്ല ആൾക്ക്. പിന്നെ ആ പേഴ്സണെ നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. അതാരാ മുത്തശ്ശ അങ്ങനെ ഒരാൾ? ഫീസൊന്നും വാങ്ങിക്കാതെ പേഴ്സണലായിട്ടുള്ള ഒരാൾ? നിനക്ക് പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കടാ. എന്നിട്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിഷോറിൻ്റെ കമ്പനിയിൽ ജോലിക്കും വിട്ടോ. എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. അച്ഛൻ ഇവിടെ പോയി. മോളെ, ഈ ഡിസൈൻസ് ഓക്കെയാണ്. കൊച്ചുപോയി കിടന്നോ, ഈ ലേറ്റ് ആകണ്ട. നല്ല ഉറക്കക്ഷീണം കാണുന്നുണ്ടല്ലോ. ചെറിയച്ഛൻ പോയി കിടന്നോ? ഒത്തിരി നേരമായില്ലേ. പിന്നെ എന്തെങ്കിലും മാറ്റണോ തെറ്റിദ്ധരുത്തണോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. എങ്കിൽ പിന്നെ കൂട്ടിന് ഞാനും ഇരിക്കാം. നീ രാത്രി ഇതാണോ പരിപാടി? നീയായിരുന്നു അന്നേരം കമ്പനിക്ക് ഡിസൈൻസ് ഒക്കെ കൊടുത്തിരുന്നത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ചു നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന്? വരുണേട്ട, അത് ഒന്നും മിണ്ടണ്ട, നീ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇങ്ങോട്ട് നടക്കടി. ഇവിടുന്ന് പോയ രണ്ടെണ്ണത്തിൻ്റെ വല്ല വിവരം ഉണ്ടോ ഏട്ടാ? അവരെന്നോട് പറഞ്ഞു അടുത്ത മാസം പകുതിയോടെ അവരെത്തുമെന്ന്. എന്തായാലും എൻജോയ് ചെയ്യട്ടെ അവരുടെ ലൈഫ്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും ഞാൻ നിന്നിൽ കൂടുതൽ അഡിക്റ്റ് ആകുവാണല്ലോ അച്ചു. ഐ റിയലി ലവ് യു സോ മച്ച് അച്ചു. ഐ ലവ് യു ടു. അച്ചു, പുറത്ത് നല്ല മഴയാണ്. എൻ്റെ അച്ഛൻ തണുക്കും. ഈ ഷർട്ട് ഇട്ടോ. I really addicted to the fragrance of your body. ഇല്ല ബാബേ, അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാബ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ ബാബോ. അച്ചു, നീ ഇവിടെ ഇരുന്നോ കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പാടല്ലേ. ഞാനാണെങ്കിൽ കിഷോറിനെ കണ്ടൊന്ന് വിഷ് ചെയ്തിട്ട് വന്നേക്കാം. എവിടെയും പോകരുത്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നീ ഫോണിൽ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. എന്താടാ ബാബേ, അച്ഛൻ പോയത് നോക്കി നിൽക്കുന്ന? അച്ഛനിപ്പം വരും കേട്ടോ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാവേ. ഹായ് മിസ്സസ് അശ്വതി വരുൺ വർമ്മ. അന്നത്തെ ആ ഇൻസിഡൻറ്റിന് ശേഷം നമ്മളിപ്പോഴാണല്ലേ കാണുന്നത്. മിസ്സസ് അശ്വതി, ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാടി ഇങ്ങനെ നീ ശരീരം നോക്കുന്ന? നിനക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോടെ ഋഷി. ഇത് നിൻ്റെ ലാസ്റ്റ് വാണിങ്ങാ. വാ അച്ചു. ഓ ഷിറ്റ്, ഇവനുണ്ടല്ലോ. എന്താടാ ബാബേ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് ഉറങ്ങണ്ടായോ? അതോ ഇനി അച്ഛൻ വന്നിട്ടേ ഉറങ്ങുന്നുള്ളോ? ദേ, അച്ഛൻ വന്നല്ലോ. എന്നെ പറ്റി വരുന്നേട്ടാ, ഒരു മൂഡ് ഓഫ് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നതിൽ പിന്നെ ശ്രദ്ധിക്കുന്നു. സാരില്ല, അവരൊന്നും പറഞ്ഞത് കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ.
ഞാൻ മൂഡ് ഓഫ് ഒന്നും അല്ല അച്ചു. ഐ ലവ് യു സോ മച്ച്. അതുകൊണ്ട് എനിക്ക് അവരെ പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടില്ല. അടുത്ത തവണ ഇങ്ങനെ വല്ലതും ആണെങ്കിൽ അവൻ്റെ തല ഞാൻ അടിച്ചു പഠിക്കും. നെക്സ്റ്റ് ടൈം അല്ലേ അവനിട്ട് രണ്ടിടി കൂടുതൽ കൊടുത്തു, കുഴപ്പമില്ല. ഇപ്പം ചിരിക്കേ. ലവ് യു. എഴുന്നേറ്റ് വന്നോ? നട്ടപ്പാതിരാക്കി കയറി വന്നോളും. എവിടെയായിരുന്നു ഈ മാസങ്ങളിലൊക്കെ? എത്ര പ്രാവശ്യം വിളിച്ച്? രണ്ടെണ്ണം ഫോൺ എടുക്കുവോ? അച്ചു, കേട്ടോടി നിന്റെ അമ്മായിയമ്മ പറഞ്ഞത്? ഒരു കള്ളത്തരം ഇവിടെ വിജയിക്കത്തില്ല. അത് നിനക്ക് കിട്ടേണ്ട കാര്യം തന്നെ. നിനക്ക് വിളിച്ച് ഫോൺ എടുത്താൽ എന്തായിരുന്നു? രണ്ടും കൂടെ എവിടെ പോയി കിടക്കുമായിരുന്നു? വിദ്യ, ഞാൻ പിന്നെ കുഞ്ഞിനെ ആണെങ്കിൽ ഉറക്കി കിടത്തിയേക്കുക. ഞാനിപ്പോൾ ഓഫീസ് വരെ പോയിട്ട് വരാവേ. പിന്നെ അവളിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കിടക്കുന്ന സാധനം മൊത്തം വലിച്ചു കാരി താഴെ ഇടും. നീ ഒന്ന് നോക്കിക്കോണേ. പാ മോളെ, ഇറങ്ങാം. ഹാ, വന്നോ മിസ്സസ് അശ്വതി വരുൺ വർമ്മ? നീ വരുന്നത് കാത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. എന്താ ഏട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരുമ്പോഴേ ഒരു ചൂടോടെ ഒരു കിസ് വാങ്ങാന്നായിരുന്നു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓഫീസാ. ദേ, ഫോൺ ബെല്ലടിക്കുന്ന. എടുത്ത് നോക്ക ആരാന്നാ. ഹോ നാശ്, ഇതെപ്പോ തുടങ്ങി കരച്ചില്ല. കിടന്ന് കരയട്ടേടാ, നമുക്കെന്നാ, അവൻ വരൂലോ. ഏട്ടാ, നമ്മുടെ കുഞ്ഞ് എവിടെ? എനിക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടെത്താ. എൻ്റെ കുഞ്ഞ് ഏട്ടാ. അച്ചു, ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോവാ. ഞാൻ അവളെയും കൊണ്ടേ വരുത്തുള്ളൂ. എന്നെ ഒന്നും ചെയ്യില്ല. കുഞ്ഞ് കുഞ്ഞ് ഡിയോണിൻ്റെ കൂടെയുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോനെ ഡിയോണെ, നിന്റെ അവസാനം എന്ന്. നമ്മൾ ഈ രാത്രി വണ്ടി ഓടിച്ചത് പെടയാ പോന്ന്.